ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ബാസലിൽ സൂമിൽ പോയ വിശേഷങ്ങളായിരുന്നു. സ്വിറ്റ്സർലാൻഡിലായിരുന്നു ബാസലിൽ. അവിടെ ഒരു സൂം ഉണ്ടായിരുന്നു. സോ നമ്മൾ അവിടെ പോയി കണ്ട കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. സോ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് 8:30 to 3:30 വരെ ആയിരുന്നു. സോ നമ്മൾ ഇവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 2 o'clock 1 ടൈമിലൊക്കെ എത്തിയിരുന്നു. സോ എന്താണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഒരു 3 o'clock ആകുമ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5-6 മണി വരെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാം. പക്ഷേ 3 o'clockന് ശേഷം പിന്നെ ടിക്കറ്റ് കൊടുത്ത് എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരുന്നു എല്ലാ അനിമൽസിനും അവർ ഇട്ടിരുന്നത്. പക്ഷേ സേഫ്റ്റി ആണെന്ന് വെച്ചാൽ സേഫ്റ്റിയുമാണ്, വലിയൊരു പ്രശ്നം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. കാര്യം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അത്രയും ഉള്ളിലോട്ടായിരുന്നു, മനസ്സിലായോ, അത്രയും ഉള്ളിലോട്ടാണ് ആ ഒരു മൃഗങ്ങളെല്ലാം അവർ ഓപ്പൺ ആക്കി ഇട്ടിരുന്നത്. അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ലയണിനെ ആയാലും ടൈഗറിനെയൊക്കെ ആയാലും കുറച്ചൊക്കെ ഓപ്പൺ ആയിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. ഇതൊക്കെ എന്താണ് ഈ അനിമൽസിൻ്റെ പേരെന്ന് പോലും അറിയില്ല. മിക്ക സ്ഥലത്തും എന്താണ് ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഒരു അനിമൽസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ച് എടുക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. സോ ഇത്രയും ഓപ്പണായിട്ട് എന്തൊക്കെ അനിമലാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ പേരുകളൊന്നും തന്നെ അറിയില്ല. പക്ഷേ കാണാനായിട്ട് ബ്യൂട്ടിഫുള്ളായിരുന്നു, എല്ലാം നല്ല രസമായിരുന്നു. ഒരുപാട് കറങ്ങി നടന്ന് എൻജോയ് ചെയ്യാനായിട്ടൊക്കെ ഒരു പറ്റി. കാര്യം ഇത്രയും പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് നടക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഓരോ മാപ്പ് കയ്യിൽ തരുന്നുണ്ടായിരുന്നു അവർ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക്. പിന്നെ ആ മാപ്പിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാം എവിടെ പോകണം, എങ്ങോട്ടാണ് എന്നുള്ള കാര്യമൊക്കെ, ഏതൊക്കെ അനിമൽസ് എവിടെയൊക്കെയാണോ ഉള്ളത് എന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ അറിയാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ പോയത്. കണ്ടോ, ഒരുപാട് നടക്കാനായിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ ഒരു എൻട്രി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കൊള്ളായിരുന്നു എന്തായാലും. എല്ലായിടവും കറങ്ങി നടന്ന് ചുറ്റി കണ്ട് വന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു.
ഇതിനെയൊക്കെ ഒരു കൂട്ടിനകത്ത് തന്നെയായിരുന്നു അവർ ഇട്ടിരുന്നത്. ഇത് കണ്ടോ, ഇത് സിംഹമാണ്, ലയണാണ്. അങ്ങനെ വലിയൊരു കേജിൽ അങ്ങനെ ഇടുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, കാണുമ്പോൾ അറിയാം അതിൻ്റെ നടുക്കൊരു കുളം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്തോട്ട് വരെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടുള്ള ഒരു അതിൻ്റെ അത് പാറപ്പുറത്തായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഒരു രസമായിരുന്നു. എല്ലാം ഓപ്പണായിട്ട് അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം സ്പേസ് അനിമൽസിനായാലും ആ ഒരു ഇതിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫെമിംഗോ ആയിരുന്നു. എനിക്ക് ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇത് കാണാനും. ഇത് പറന്നു പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര ഒരു എന്താണ്, ഒരു സ്കൂൾസ് ഓഫ് ഫെമിംഗോസ് ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു അത് കാണാനായിട്ടൊക്കെ. അവിടെ നിന്ന് അക്യൂറത്തിലോട്ട് കയറിയിട്ടുണ്ട്. എനിക്ക് അക്യൂറത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താണ്, കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് ഫോണിൻ്റെ ചാർജ് ഡൗൺ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പുറത്തോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഗൊറില്ല സെക്ഷൻ ഉണ്ടായിരുന്നു. ഇത് ഗൊറില്ല ആയിരുന്നു ഓറാങ്കുട്ടനായിരുന്നു എന്ന് ഞാനിപ്പോൾ മറന്നുപോയി. അപ്പോൾ ഒരു 3-4 കേജസിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. ഗൊറില്ലയും ഉണ്ടായിരുന്നു, ഓറാങ്കുട്ടനും ഉണ്ടായിരുന്നു. സോ രണ്ടും 2 കേജസിലായിരുന്നു. സോ കാണാൻ തന്നെ എന്താണ് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഈ ഒരു ഫോണിൽ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല, ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര നല്ല വലുതായിരുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് തന്നെ കുറേ ഫുഡ് കാര്യങ്ങൾ, ക്യാബേജ്, കുക്കുംബർ, അങ്ങനെ പല രീതിയിലുള്ളതൊക്കെ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഒരു ഇതിലൂടെ കൊണ്ടിടുന്നതൊക്കെ കാണാമായിരുന്നു. ഇത് കണ്ടോ, ഇതും ഒരു വെറൈറ്റി ഓഫ് മങ്കിയാണ്. തൂങ്ങി മരിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. സോ എല്ലാം കാണാനായിട്ടൊക്കെ ഭയങ്കര, എനിക്ക് ഈ ഒരു അക്യൂറത്തിനകത്തോട്ട് കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സെക്ഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. ആ ഒരു ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ആ ഒരു ഗൊറില്ലയുടെ ഇതെല്ലാം. സോ അത് ഭയങ്കര ബ്യൂട്ടിയായിരുന്നു. അത് കാണാനായിട്ട് ഇതുവരെ കാണാത്തൊരു അനിമൽസൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താണ്, ഭയങ്കര ബ്യൂട്ടിയായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് എടുത്തത് കൊണ്ട് എൻ്റെ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ നല്ല ഡൗൺ ആയിരുന്നു. ഇത് ഉണ്ടോ, പാമ്പാണ്. പെൻഗ്വിൻ. പെൻഗ്വിനായിരുന്നു ഏറ്റവും ഹൈലൈറ്റ്. നല്ല രസമായിരുന്നു. വിൻ്റർ ടൈം ആയതുകൊണ്ട് അവർ ഓപ്പൺ ചെയ്ത് ഇടുന്നില്ലെന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ അത് ഓപ്പണായിട്ട് അവിടെയൊക്കെ നടക്കാനായിട്ട് അനുവദിക്കുമെന്നായിരുന്നു അവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഈ ഒരു സെക്ഷനൊക്കെ ഈ ഒരു ഇതിനകത്തുള്ളത് ഫുള്ളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. എല്ലാം തന്നെ ഗ്ലാസിൻ്റെ അകത്ത് നിന്ന് കാണാനായിട്ടാണെങ്കിലും ഫുള്ളും വെറൈറ്റീസ് ഓഫ് അനിമൽസ് അല്ല, ഫുൾ ഓഫ് വെറൈറ്റീസ് ആയിരുന്നു ഇതിനകത്തോട്ടുള്ള സെക്ഷൻസ് ഫുള്ളും. അക്യൂറത്തിൻ്റെ ഒരു സെക്ഷൻ എനിക്ക് കംപ്ലീറ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര വിശേഷമായിട്ട് ഇപ്പം പറയുന്നുള്ളൂ. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സ്വിറ്റ്സർലാൻഡിലെ ബാസൽ എന്ന സിറ്റിയിലെ സൂമിയ വിശേഷമായിരുന്നു ഇന്ന് ഞാൻ ഇപ്പം നിങ്ങളായിട്ട് പങ്കുവച്ചത്. താങ്ക് യു.